ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പശു വളർത്തൽ ലാഭകരമാണോ നഷ്ടമാണോ എന്നാണ്. അതിൽ നമുക്ക് എങ്ങനെ പശുവിനെ ലാഭകരമായി വളർത്താമെന്നുള്ളതാണ്. ഇപ്പോൾ പശുവിനെ ലാഭകരമായിട്ട് വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചപ്പുല്ല് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പച്ചപ്പുല്ല് നമുക്ക് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കിട്ടും. അപ്പോൾ പച്ചപ്പുല്ല് കൊടുക്കുന്നത് വഴി കുഞ്ഞു പശുക്കൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ആരോഗ്യം കിട്ടാനും നല്ല വളർച്ചയ്ക്കും സഹായിക്കും. അതുപോലെ കറവ പശുക്കൾക്ക് പച്ചപ്പുല്ല് കൊടുക്കുന്നത് വഴി പാലിൻ്റെ ഉൽപ്പാദനം കൂടാനും പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടാനും അതുപോലെ കൊഴുപ്പ് കൂടാനൊക്കെ പച്ചപ്പുല്ല് ഒരുപാട് സഹായിക്കും കേട്ടോ. അതുപോലെ ഈ വേനൽക്കാല സമയത്ത് നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കുന്നത് വഴി പശു നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനും ഒത്തിരി സഹായിക്കുന്നതാണ് പച്ചപ്പുല്ല്. പച്ചപ്പുല്ല് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് വൈക്കോലിൻ്റെ ഉപയോഗം കുറയ്ക്കാനും അതിൽ നിന്ന് നമുക്ക് ലാഭം പിടിക്കാനും പറ്റും. അതുകൊണ്ടാണ് പച്ചപ്പുല്ല് കൂടുതലായിട്ട് കൊടുക്കുന്നത്. പച്ചപ്പുല്ല് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. മരുന്നടിക്കാത്ത പച്ചപ്പുല്ല് നോക്കി നമ്മൾ അരിഞ്ഞ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചില പുല്ലുകൾ കഴിക്കുന്ന സമയത്ത് വളം നല്ല വെള്ളം പോലെ പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പച്ചപ്പുല്ല് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെല്ലറ്റ്, ഇത് നമ്മൾ മിൽമൻ്റെ പെല്ലറ്റാട്ടോ കൊടുക്കുന്നത്. ഇത് നമ്മൾ ഒരളവുണ്ട്. ഇപ്പോൾ ഒരു 4 കപ്പാണ് നമ്മുടെ ഒരളവ്. ആ 4 കപ്പ് നമ്മൾ വെള്ളത്തിൽ നന്നായി കുതിർത്തിട്ട് കൊടുക്കണ്ട. ഇത് പാലിൻ്റെ ഉൽപ്പാദനം കൂടാനും അതുപോലെ പാലിൻ്റെ കൊഴുപ്പ് കൂടാനും സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ പെല്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ പാല് കറക്കുന്നത്. അപ്പോൾ പാല് കറക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ഇടവേള വിടാണ്ട് കറന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമുക്ക് കൂടുതൽ പാല് കിട്ടുക കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കറക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അപ്പു വന്നിട്ട് ഇതാ കറന്ന് തരുന്നുണ്ട്. അപ്പോൾ പാലിലൂടെ നമുക്ക് ദിവസം 1 ലിറ്റർ പാലിന് നമുക്ക് 45 രൂപ, 47 രൂപ, 57 രൂപ വരെ കിട്ടാറുണ്ട്. നമുക്ക് 10 ലിറ്റർ പാലിന് 45 രൂപ വെച്ച് ഒരു ദിവസം കിട്ടിയാൽ 450 ദിവസമാണ് ഒരു ദിവസത്തെ വരുമാനം. അപ്പോൾ ഒരു മാസം പറയുമ്പോൾ ഒരു 13,500 രൂപയൊക്കെ കിട്ടണ്ട. സാധാരണ നമുക്ക് ഇതിനെക്കാട്ടി കൂടുതലാണ് പാല് കിട്ടുന്നത്. 57 രൂപ കിട്ടാറുണ്ട് കേട്ടോ പാൽ വില. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കുറച്ചും കൂടെ ലാഭം കൂടുതൽ കിട്ടും. പിന്നെ വളം നമുക്കിതുപോലെ വർഷത്തിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ട്രാക്ടർ വളത്തിന് 2,500 രൂപയൊക്കെ കിട്ടാറ് പണ്ട്. ഇപ്പോൾ അതൊരു 3,000-3,500 രൂപ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതും നമുക്കൊരു ലാഭകരമായിട്ടുള്ള കാര്യമാണ്. പാലിൻ്റെ ശരിക്കുള്ള ലാഭം എത്രയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് ഓരോ ദിവസം ഓരോ വിലയെ കിട്ടും. ഇപ്പോൾ രാവിലെ നമുക്ക് 47 ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 57 രൂപ കിട്ടാറുണ്ട്. അപ്പോൾ ഒരു മാസം നമുക്കൊരു ദിവസം എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ 500 കിട്ടാറുണ്ട്, ചില ദിവസം 450 കിട്ടാറുണ്ട്. അപ്പോൾ അത് അങ്ങോട്ട് മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ 15,000 രൂപ ഒരു മാസം ലാഭം കിട്ടാറുണ്ട്, ചിലപ്പോൾ 14,000 രൂപ കിട്ടാറുണ്ട്, ചില മാസം നമുക്ക് 13,500 കിട്ടാറുണ്ട്. അത് പാലിൻ്റെ കൊഴുപ്പിനനുസരിച്ച് വില മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ പുല്ല് നമ്മൾക്ക് കൊടുക്കുമ്പോൾ വൈക്കോലിൻ്റെ അളവ് കുറയ്ക്കാനും അപ്പോൾ വൈക്കോലിൽ ഇറക്കുന്ന പൈസ നമുക്ക് മിച്ചം പിടിക്കാനും പറ്റും. അപ്പോൾ അതും ഒരു ലാഭമാണ്. അപ്പോൾ നമുക്ക് ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പെല്ലറ്റ് നമുക്ക് സബ്സിഡിയിൽ കിട്ടുന്നത് കൊണ്ട് നമുക്ക് മാസം 2,500 പെല്ലറ്റിന് ചിലവാകുന്നത് നമുക്കൊരു മാസം 730 രൂപയാണ് കേട്ടോ ചിലവ് വരുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു മാസം നമ്മൾ 2,000 രൂപ പശുവിനെ നീക്കി വെച്ചാൽ നമുക്ക് 10,000 രൂപ പശു വളർത്തൽ കൊണ്ട് ലാഭം തന്നെയാണ് കേട്ടോ. പിന്നെ 2 പശുക്കളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലാഭം ഇരട്ടിയാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പശു വളർത്തൽ കൊണ്ട് നമുക്ക് ലാഭകരം. പക്ഷേ ലാഭകരമായിട്ട് നമ്മൾ വളർത്തണം. നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇട്ട് അതിൻ്റെ പുറകിൽ നടക്കണം. പിന്നെ നമ്മളുടെ കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ആരുടെയും ഒരു തൊഴിൽ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ അവൻ്റെ ആട്ടും തുപ്പും കേൾക്കണം. ഇത് നമ്മൾ സ്വന്തമായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ലാഭമായാലും നഷ്ടമായാലും അത് നമ്മളുടേതാണ്. അതുപോലെ നമുക്ക് അതിൻ്റെ ആട്ടും തുപ്പും കേൾക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ പശു വളർത്തലൊക്കെ നമുക്ക് ഒരുപാട് ലാഭകരമായിട്ട് വളർത്തേണ്ട രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബിസിനസ് മാർഗ്ഗം തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പശുവിൽ നിന്ന് അത്യാവശ്യം ലാഭം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഫീൽഡുമായി മുമ്പോട്ട് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു പോത്തിനെ വാങ്ങിച്ച് വിടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 6 മാസം കൂടുമ്പോഴുള്ളൊരു വരുമാനവും കൂടി. നമ്മൾ പശുവിന് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്കും തീറ്റ കൊടുത്താൽ മതിയല്ലോ. അത്രയും എഫേർട്ട് മാത്രം പോത്തുകൾക്ക് ഇട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ പശു വളർത്തലിൽ ലാഭകരമാണോ നഷ്ടകരമാണോ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. നമുക്ക് പശു വളർത്തലിനെക്കുറിച്ച് ഒന്നും അറിയാണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് തീറ്റ എത്ര അളവിൽ കൊടുക്കണം, പുല്ല് എങ്ങനെ കൊടുക്കണം, വൈക്കോൽ എങ്ങനെ കൊടുക്കണം എന്നൊക്കെ നമുക്ക് അറിയാണ്ട് നമ്മൾ വളർത്തുന്ന സമയത്താണ് നമുക്ക് നഷ്ടം വരുന്നത്. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള തീറ്റ കൊടുക്കണം. പശുക്കൾക്ക് തീറ്റ കൊടുത്താൽ മാത്രമേ പാല് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തീറ്റകൾ നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കുക. അതുപോലെ തന്നെ പച്ചപ്പുല്ല് നല്ലോണം കൊടുക്കുക. പാലിൻ്റെ കൊഴുപ്പ് കൂടാനും പാലിൻ്റെ അളവ് കൂടാനൊക്കെ നമ്മളെ സഹായിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ.